ബീഹാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാർ സർക്കാരിനെ പൊതുവേദിയിൽ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ചിരാഗ് ബീഹാറിൽ കൊലകളും ബലാത്സംഗവും വർദ്ധിച്ചു വരുന്നത് വേദനയുണ്ടാക്കുന്നുവെന്നും ചിരാഗ് പാസ്വാൻ തുറന്നടിച്ചു. സഖ്യകക്ഷി സർക്കാരിനെതിരായ കേന്ദ്രമന്ത്രിയുടെ വിമർശനം പുതിയ രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ബീഹാറിലേക്ക് പഠിക്കാനോ ജോലിക്കോ വരാത്തത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കത് സങ്കല്പിക്കാനാകില്ല. കാരണം മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒന്നും ഇവിടെയില്ല. അതിന് സംസ്ഥാനം ഇതുവരെ കാണാത്ത തരം വികസനം വരണം. ബീഹാറിനെ മാറ്റിമറിക്കണം. അതിലാണ് ഇനി ശ്രദ്ധ. ചപ്രയിൽ നടന്ന നവസങ്കല്പ മഹാസഭ എന്ന രാഷ്ട്രീയ ചടങ്ങിൽ ചിരാഗ് പാസ്വാൻ പറഞ്ഞു. ബലാത്സംഗങ്ങളും കൊലകളും തട്ടിക്കൊണ്ടുപോകലും ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. വ്യവസായിയെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ല. ഇത് വേദനയുണ്ടാക്കുന്നു. പരസ്യമായി തുറന്നടിച്ച് ചിരാഗ്. ബീഹാറിനെ എങ്ങനെ മാറ്റി തീർക്കാമെന്നതാണ് ഇപ്പോഴുള്ള ചിന്തയെന്നും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. NDA സഖ്യകക്ഷിയായി JDU ഭരിക്കുന്ന ബീഹാറിൽ വികസനമില്ലായ്മയും ക്രമസമാധാന പ്രശ്നവുമാണെന്ന് പരസ്യമായി സ്വന്തം മുന്നണിയിൽ കേന്ദ്രമന്ത്രി ഉന്നയിച്ചത് നിതീഷ് കുമാറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ലോക ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ നിതീഷ് സർക്കാരിനെതിരെ നടത്തിയ വിമർശനം യാദൃശ്ചികമല്ല. ബീഹാർ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രമാണ് ഇനി ബാക്കി. നിതീഷിന് പകരം ചിരാഗിലൂടെ പുതിയ മുഖം തെരഞ്ഞെടുപ്പിന് നൽകാനാണ് BJPയുടെ നീക്കം. അതിന്റെ തുടർച്ചയാണ് നിതീഷ് സർക്കാരിനെതിരായ രാഷ്ട്രീയ വിമർശനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.